ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മുളക് ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. ഈ ചമ്മന്തി നമുക്ക് കപ്പയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളതിന് ആദ്യമായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വെക്കണം. എണ്ണ ചൂടായ ശേഷം നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ എടുത്ത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല മൂപ്പിച്ചെടുക്കണം വറ്റൽമുളകും ചെറിയുള്ളിയും. നമ്മൾ തീ കൂട്ടി വെച്ചാൽ നമ്മുടെ വറ്റൽമുളക് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. മാത്രമല്ല നമ്മളുടെ വറ്റൽമുളകും ചെറിയുള്ളിയും എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രുചി നമ്മുടെ ചമ്മന്തിയിലും വരും കേട്ടോ. അങ്ങനെ നമ്മുടെ വറ്റൽമുളകും ഉള്ളിയും നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അതിന് ശേഷം ആവശ്യമായിട്ടുള്ള പുളി, നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള പുളിയും പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ചമ്മന്തി നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് പോലും നമുക്കിത് റെഡിയാക്കാൻ വേണ്ട. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളതിൽ നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകും മൂപ്പിക്കാൻ എടുത്ത ബാലൻസ് എണ്ണ കാണും. ആ എണ്ണയും കൂടി നമ്മുടെ ചമ്മന്തിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എണ്ണയും ചെറിയുള്ളിയും പുളിയും വറ്റൽമുളകും ഉപ്പും കൂടെ ചേർന്ന് നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ്. നമുക്ക് കപ്പയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷന്. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.